അപ്പൊ യൂട്യൂബിൽ വന്ന തെറി പറയണം അവന്മാര്. എടാവേ നീയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അവരാധിച്ചോ. ഇതൊരു മാതിരി മനസ്സിലാവണ്ട പറയണം. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ 1-2 വാക്കുകളിലെ പിഴവുകൾ ഉറക്കപ്പിച്ചെന്ന് പറയുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നിന്നെ എടുപ്പിച്ചിട്ട് ക്യാമറയുടെ പരിചയമില്ലാത്ത ഒരുത്തിനെ എടുപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ എടുപ്പിച്ചിട്ട് ഇന്നാ മുൻപേക്ക് ചെന്നോ. ഇതാണ് നമ്മുടെ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി കൊടുത്ത യുവതിയുടെ ഭർത്താവ്. ഭയങ്കര പുള്ളിയാ, ഭയങ്കര പുള്ളിയാ എന്ന് പറഞ്ഞ പോലെ പുള്ളി വന്നിട്ട് ഇപ്പൊ വന്ന് മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. എന്തിനാ ഒരു മറ്റേ ജിയാൻ അത്തീർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം മല്ലു ട്രാവലറിന്റെ കേസിൽ. ഇതേപോലെ വന്നിട്ട് അവൻ പക്ഷെ തെറിയൊന്നും പറഞ്ഞില്ല, എന്നാലും അവൻ വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവനെ കുറിച്ച്, മല്ലു ട്രാവലറിനെ കുറിച്ച് പറയും, മല്ലുവിനെ കുറിച്ച് പറയും, പിന്നെ അവന്റെ വൈഫ് അനുഭവിച്ച ദുരിതത്തെ കുറിച്ചൊക്കെ പറയും, പിന്നെ കുറെ യൂട്യൂബേഴ്സെയൊക്കെ തെറി വിളിക്കും. പക്ഷെ ഇങ്ങനെ തെറിയൊന്നും പറഞ്ഞില്ല. ഇവൻ വന്നിട്ട് പച്ചയ്ക്ക് തെറിയാ പറയുന്നത്. എന്ത് കാര്യത്തിന്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു മീഡിയയുടെ മുന്നേ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അതിനവർ തെളിവ് കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാണ് സംഭവം. അപ്പൊ തെളിവ് കാണിച്ചു എന്ന് കണ്ടപ്പോൾ അയാൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഉറക്കപ്പിച്ചെന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉറക്കപ്പിച്ചെന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ക്യാമറ റെഡിയാക്കുന്നത് തന്നെ ഒരാളെ ഒരു സ്ഥലത്ത് നിർത്തി ക്യാമറ മൈക്ക് ഫിറ്റ് ചെയ്ത് അത് ഇതിന്റെ ഇടയിൽ ഒരു വെള്ളം കുടിക്കും, ഒരു ചായ കുടിക്കും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഉറങ്ങുന്ന ആളെ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഇങ്ങനെ ക്യാമറ കാണിക്കുകയാണെങ്കിൽ ഓക്കെ. ഈ പറയുന്നതൊക്കെ പിള്ളേർ, മറ്റേ കൊച്ചു പിള്ളേരൊക്കെ പറയില്ലേ, അതുപോലെ ആയിപ്പോയി. ഇനിയിപ്പോ ഉരുളടാ എന്ന് വേണേൽ പറയാം. വേണേലും ഇതേപോലെ വേറെ ഒരാൾ വന്നിട്ടുണ്ട്, മുകേഷിനെതിരെയുള്ള പരാതിക്കാരി വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഹേമ കമ്മിറ്റിയെ കുറിച്ചും പിന്നെ മറ്റേ WCCയെ കുറിച്ചൊക്കെ ഒരു സ്ത്രീ തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാള് അവര് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഈ ഡബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ അലൻസിയർ എത്ര മോശപ്പെട്ട ആളാണ്, അയാള് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പാർവതി തിരോത്ത് എന്തുകൊണ്ട് അയാളുടെ കൂടെ അഭിനയിക്കുന്നു, ഇതാന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ്. അത് പാർവതി തിരോത്തിനെ ശരിക്കും അത് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്, നല്ലൊരു ചോദ്യമാണ്. അത് ചുമ്മാ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. ഈ നിവിൻ പോളിയുടെ കേസ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇപ്പൊ ജയസൂര്യയുടെ കാര്യം ജയസൂര്യ ഇപ്പോ എവിടാ എന്താ എന്നൊന്നും അമേരിക്കയിൽ തന്നെയാന്ന് തോന്നുന്നു. പാവമാണോ പാപിയാണോ എന്നുള്ളത് കാലം തെളിയിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും നിവിൻ പോളിയുടെ കേസിൽ ഇവര് ശരിക്കും കുടുങ്ങിയിരിക്കുക. ഇവര് ഇപ്പോ വേറെ ഡേറ്റ് ഒക്കെ പറയുന്നത് ഡിസംബർ 1, 2, 3, 4, 5, 6 പിന്നെ ഡിസംബർ മാസം മൊത്തം ആക്കുമെന്ന് തോന്നുന്നു. അതിനു മുമ്പേ ഞങ്ങൾ എവിടാണെന്ന് അറിയാവൂടാ മക്കളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്തിനാ തെറിയൊക്കെ കേൾപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് മാത്രം വെച്ചത്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇവർക്ക് എന്തെങ്കിലും മറ്റേ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും. കള്ളത്തരമാണെങ്കിൽ, ഇനി സത്യമാണെങ്കിൽ വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും പിന്നെ ആ ക്യാമറയും കാര്യങ്ങളും എല്ലാം കള്ളമാണ്. എന്നാലേ ഇത് സത്യമാണെന്ന് തെളിയത്തുള്ളൂ. പിന്നെ ഇവർ ഇനി വേറെ ഡേറ്റ് ഒക്കെ പറയുമായിരിക്കും. വേറെ ഡേറ്റ് പറയുമ്പോഴും ഈ നിവിൻ പോളി എവിടെ ആയിരുന്നു എന്നുള്ളതിന് തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെ. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇതിനകത്ത് ഈ കംപ്ലൈന്റ് പറയുമ്പോൾ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, അതിന്റെ ടവർ ലൊക്കേഷൻ, അതാണ് ഇപ്പോൾ സാധാരണ പോലീസ് ചെയ്യുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് അത് അവർ ചെക്ക് ചെയ്തിട്ട് ഉടനെ ആ ഡേറ്റിൽ അയാൾ ഇവിടെ ഇല്ലല്ലോ, ആ ഡേറ്റിൽ ആ ടവർ അവിടെ ആണല്ലോ കാണിക്കുന്നത്, ആ ലൊക്കേഷൻ അവിടെ കാണിക്കുന്ന പുള്ളിയുടെ. പിന്നെ നിവിൻ പോളിയുടെ കേസിലാണെങ്കിൽ ഇതൊന്നുമില്ല, ഫോട്ടോസ് വരെ കാണിച്ചു, സിനിമ എടുത്തത് വരെ എന്ന് പറയുമ്പോൾ അതിനൊന്നും ഉത്തരവില്ല. അപ്പൊ ഇതുപോലെ ഇത് ശരിക്കും ഇതിനകത്ത് നമ്മുടെ നടി, പീഡിപ്പിക്കപ്പെട്ട ഒരു നടി ഉണ്ടല്ലോ, പണ്ട് ദിലീപ് പീഡിപ്പിച്ചു, ആളിനെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന്, ആ നടി, അല്ലെങ്കിൽ നമ്മുടെ മഞ്ജു ചേച്ചി, അല്ലെങ്കിൽ അതുപോലത്തെ ഭയങ്കര സെലിബ്രിറ്റീസ്, അവരൊക്കെ വന്ന് ഒരു കറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞാലേ എനിക്ക് തോന്നുന്നുള്ളൂ ഇതൊരു കറക്റ്റ് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്ന് കറക്റ്റായിട്ട് ആവുള്ളൂ. കാരണം ഈ ബാക്കിയുള്ളവർ ഇപ്പോൾ പറഞ്ഞത് മൊത്തം മുകേഷിനെതിരെ വന്നതും പുള്ളിയാണ് കൊണ്ടുവന്ന് ഇറക്കി വിട്ടെന്നാണ്. കാറിൽ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ ഇറക്കി വിടാനും പിന്നെ 6 മാസം കഴിഞ്ഞോ അല്ല 3 മാസം കഴിഞ്ഞ് ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുകയാണ് പുള്ളിക്കാരി മുകേഷിന്, ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ 1 ലക്ഷം രൂപ ചോദിക്കുകയാണ്. ഈ വക കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്ന ആ ഒരു ചൂടേ ഉള്ളൂ. കാരണം തെളിവുകളില്ല. തെളിവുണ്ടെങ്കിൽ തന്നെ പാടാ. ഇത് തെളിവില്ല. ഇത് പറയുന്നത്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. ഇത് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ ഇരുത്തിയിട്ട് 5 പേര് വന്നിട്ട് 5 ചോദ്യം, 5 രീതിയിലുള്ള ചോദ്യം, പക്ഷെ ഒരേ ഉത്തരം കിട്ടാനുള്ള ചോദ്യമാണത്. അത് 5 രീതിയിൽ ചോദിക്കും, അല്ല 10 രീതിയിൽ ചോദിക്കും. അവിടേക്കാണ് പെട്ടുപോകുന്നത്. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ അത് സത്യമായിരിക്കണം. സത്യം അല്ലാത്ത കാര്യം പിടിച്ചു നിൽക്കുന്നത് വളരെ ചുരുക്കം ഒരു ചിലർ മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും വലിയ കള്ളന്മാർ. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ വേണേൽ പറയാം. ഏത് രാഷ്ട്രീയക്കാരാന്ന് നമുക്ക് ഊഹിക്കാവുന്നതൊക്കെ ഉള്ളൂ. നമ്മൾ പഴയ രാഷ്ട്രീയക്കാരെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ CBI-യിലേക്ക് ഇന്റർഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളൊക്കെ ഇരുത്തി ചോദ്യം ചെയ്ത് കളയും. ഒരു ദിവസം ഫുൾ ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. സത്യമാണെങ്കിൽ മാത്രമേ, നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ കുറച്ചൊക്കെ കള്ളത്തരങ്ങൾ കുറച്ചുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറേ കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ മുകേഷിനെതിരെ ഉള്ളതൊക്കെ അതുപോലെയാണ്. ഇപ്പോ മൊട്ട 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ മറ്റേ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ ഭർത്താവ്, ദ ഗ്രേറ്റ് മാൻ, മൊട്ട മൊട്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. റിപ്പോർട്ടർ TV-യിലെ ആളിനെയാ പറയുന്നത്. ആ ഒരു മൊട്ട 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 ഇങ്ങനെ ഒരു അജണ്ടയാണ്, ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾ കറക്റ്റ് ഉത്തരം പറയണം. അല്ലാതെ ഞാൻ ഇന്നലെ ഉറങ്ങായിരുന്നു, ഞാൻ ഉറക്കപ്പിച്ചിലായിരുന്നു, ഞാൻ ഫിറ്റായിരുന്നു, മാധ്യമത്തിന് മുന്നിൽ പോയി നിന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണ്ടേ സംസാരിക്കണം. അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ നാളെ വാ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉടനെ ചാടി കയറി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പോൾ രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സത്യം, അത് സത്യമല്ലേ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. ഭൂരിപക്ഷം കേരളത്തിലെ ജനതയും അതാണ് ചോദിക്കുക. ഇത് സത്യമല്ല, അതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊളിഞ്ഞു പോയത്. അല്ലാതെ ഇനിയിപ്പോൾ വന്നിട്ട് ഇല്ല ഇല്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.